पुण्डरीकाक्षं स बाह्याभ्यन्तरशुचिः पिता रक्षति कौमारे भर्ता रक्षति यौवने रक्षन्ति स्थविरे पुत्राः न स्त्री स्वातन्त्र्യമർഹതി. അതായത് ജനനം തൊട്ട് മരണം വരെ സ്ത്രീ പുരുഷനെ അനുസരിക്കാനായി വിധിക്കപ്പെട്ടവളാണ്. കൗമാരത്തിൽ പിതാവിനെ അനുസരിച്ച് ജീവിക്കും, ഭാര്യയാകുമ്പോൾ ഭർത്താവിനെ അനുസരിച്ച് ജീവിക്കും. മനു, ഈ ശുദ്ധീകരണത്തിലൂടെ നിനക്ക് പുതിയൊരു ജന്മം ലഭിച്ചിരിക്കുകയാണ്. നിന്റെ ഉള്ളിലൊരു വീരാംഗനയാണ് ജന്മമെടുത്തിട്ടുള്ളത്. വീരാംഗനയ്ക്ക് ഞാൻ പറയാതെ തന്നെ നന്നായിട്ടറിയാം എങ്ങനെയാണ് പരാജയത്തെ വിജയത്തിലേക്ക് എത്തിക്കേണ്ടതെന്ന്. ഇനി നിനക്ക് ഗൃഹത്തിൽ പ്രവേശിക്കാവുന്നതാണ്. ഇനി ഈ കൊട്ടാരത്തിൽ നിന്നും നിന്റെ പാദങ്ങൾ പുറത്തോട്ട് പോകുവാൻ പാടില്ല. അതായത് നിന്റെ വിവാഹം കഴിയുന്നത് വരെ. മോളെ മനു, എപ്രകാരമാണോ ദുർഗാദേവി അസുരന്മാരുടെ സംഹാരം നടത്തിയിരുന്നത്, അതുപോലെ എന്റെ മനു ഈ വെള്ളക്കാരുടെ സാമ്രാജ്യത്തെ സംഹരിക്കുന്നതാണ്. എല്ലാവരും ശ്രദ്ധിക്കൂ. മഹാരാജാവ് ശ്രീമൻ സർക്കാർ ഗംഗാധർ റാവു എഴുന്നള്ളുകയാണ്. ദൈവത്തിന്റെ അനുഗ്രഹത്താൽ അദ്ദേഹം വന്നിരിക്കുകയാണ്. ഞാൻ ചിലപ്പോൾ അദ്ദേഹത്തെയും ചിലപ്പോൾ എന്നോട് ഗൃഹത്തെയും കാണുന്നു. നാം നിങ്ങളുടെ അല്ലാഹു അങ്ങയെ കണ്ണു തട്ടാതെ രക്ഷിക്കട്ടെ. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെയൊരു താണ്ഡവ നൃത്തം കണ്ടിട്ടില്ല. നാം നിന്നെ പ്രശംസിക്കാനാണ് വന്നത് മോത്തി ഭായ്. നിന്റെ നൃത്തം നമ്മെ അതീവ സന്തോഷവാനാക്കിയിരിക്കുന്നു.
ഇത് താങ്കളുടെ മനോഹരമായ കഴുത്തിനേക്കാളും സുന്ദരമല്ല. നിങ്ങളിത് സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സന്തോഷമായേനെ. എടുത്തോളൂ. എന്റെ സമ്മാനമായി നിനക്കുള്ളത്. മോത്തി ഭായ്, നമുക്ക് നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഹുസൂർ, സമ്മാനങ്ങൾ നൽകുന്നത് എല്ലാ രാജാക്കന്മാരുടെയും ശീലമാണ്. പക്ഷേ ഇങ്ങനെയുള്ള സമ്മാനങ്ങൾ മനസ്സിനെ സന്തോഷിപ്പിക്കുവാൻ നല്ലതാണ്. തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. പക്ഷെ ഇത് യഥാർത്ഥ സന്തോഷം നൽകുകയില്ല. മോത്തി ഭായ്, അപ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് യഥാർത്ഥ സന്തോഷം ലഭിക്കുവാനായി എന്താ അങ്ങ് എന്റെ സന്തോഷം നിറവേറ്റി തരൂന്നാണോ? പറയൂ. നാം നിങ്ങളുടെ എല്ലാ സന്തോഷവും നിറവേറ്റി തരും. ഹുസൂർ, ഞങ്ങളുടെ ഇടയിൽ ഒരു മതവും ഇല്ലെന്ന് പറയാറുണ്ട്. ഞാൻ അള്ളാഹുവിനോടും പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഭഗവാന്റെ മുന്നിലും വണങ്ങാറുണ്ട്. ആ മുകളിലിരിക്കുന്ന ആൾക്ക് നമ്മോടൊരു പ്രത്യേക സ്നേഹമുണ്ട്. ഹുസൂർ, ഈ പാവപ്പെട്ടവൾ ദുർഗാദേവിക്ക് ഒരു വഴിപാട് നേർന്നു. ഞാൻ 100 ബ്രാഹ്മണർക്ക് ഭോജനം നൽകുമെന്ന്. പാവപ്പെട്ടവർക്ക് സ്വർണവും വെള്ളി നാണയങ്ങളും നൽകുമെന്ന്. ഇത്രയേ ഉള്ളുവോ? നാം നിങ്ങളുടെ ഈ ആഗ്രഹം ഇപ്പൊ തന്നെ പൂർത്തിയാക്കുന്നതാണ്. വലിയ വെളുത്തൊരു കുതിരയെ കൊണ്ടുവന്നിട്ടുണ്ട്. അയ്യോ, ഈ മിറ്റുവിന് ഇത് എന്ത് പറ്റി? ഇപ്പോൾ സമയമായിരിക്കാണ്. സമയമോ? എന്തിനുള്ള സമയം? സ്വാതന്ത്ര്യം നേടാനുള്ള. സ്വാതന്ത്ര്യോ? അയ്യോ ചേച്ചി, ഇത് എന്താ ചെയ്യുന്നേ? ഇതിനെ സ്വതന്ത്രമാക്കുകയാണ്. എന്റെ ദൈവമേ, ചേച്ചിക്ക് ഇതിന് വലിയ ഇഷ്ടായിരുന്നല്ലോ. അതെ, പക്ഷെ നമ്മളെ സ്നേഹിക്കുന്നവരെ ഒരിക്കലും ബന്ധിച്ചു വെക്കാൻ പാടില്ല. ക്ഷമിച്ചാലും അമ്മ മഹാറാണി, നിങ്ങളുടെയൊക്കെ മുൻപിൽ ഇപ്പോൾ ഈ സമ്മേളനം വിളിച്ചു കൂട്ടാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. നമ്മുടെ നിറഞ്ഞിരുന്ന ഖജനാവ് ഇപ്പോൾ കാലിയാകാൻ പോവുകയാണ്.
പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടേതാണ്. ഞങ്ങളെ ഇവിടെ വിളിച്ചിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് എനിക്കിനിയും മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല വാഹിനി സാഹിബ്? ഖജനാവ് മുൻപത്തേതുപോലെ തന്നെ ഇപ്പോഴും ആടിപ്പാടുന്നവർക്കായി ചെലവഴിക്കുകയാണ്. റാണി സാഹിബ്, ആടിപ്പാടുന്നവർ ത്യാഗമാണോ ചെയ്യുന്നത്? അതിനെ ഈ കൊട്ടാരത്തിലുള്ളവർ നന്ദിയായിട്ട് പോലും കരുതുന്നില്ല. ലച്ചു, ഇവിടുത്തെ പ്രശ്നം നിന്റേതല്ല, ഖജനാവിനെ കുറിച്ചാണ്. അതിലുള്ളത് മുഴുവൻ ഗംഗാധർ റാവു നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മളെയെല്ലാം ഇവിടെ വിളിച്ചു വരുത്തി ആരോപണം ചാർത്താൻ. ഈ സമ്മേളനം ഇതിനല്ലേ? അല്ല അല്ല മഹാറാണി, ആ? അതിനുവേണ്ടിയല്ല. അല്ലേ? പിന്നെ ഇവിടുത്തെ ഖജനാവ് എവിടെ പോയി? ആര് പറഞ്ഞു തരും? താങ്കൾ പറഞ്ഞു തരുമോ അതോ ഗംഗാധർ റാവോ? വാഹിനി സാഹിബ്, നാം നിങ്ങളുടെ ഏത് ചോദ്യത്തിനാണ് ഉത്തരം നൽകേണ്ടത്? താങ്കളുടെ പ്രധാനമന്ത്രി പറയുകയായിരുന്നു ഖജനാവ് കാലിയായിരിക്കുന്നുവെന്ന്. ഇതിനുള്ള ഉത്തരം നാം എന്ത് നൽകാനാണ്? ഇയാളോ അതോ താങ്കളോ? ക്ഷമിക്കണം വാഹിനി സാഹിബ്, ഇതിനുള്ള ഉത്തരം നിങ്ങൾക്ക് മാത്രമേ നൽകുവാൻ കഴിയൂ. കാരണം നമ്മുടെ സഹോദരൻ ശ്രീമന്ത് രഘുനാഥ് റാവുവിന്റെ മരണശേഷം ഝാൻസിയിലെ സിംഹാസനത്തിൽ നമ്മുടെ മൂത്ത ജ്യേഷ്ഠന്റെ ദത്തുപുത്രന്റെ സഹായത്തോടെ നിങ്ങളല്ലേ ഝാൻസിയെ കൈവശപ്പെടുത്തിയത്? കൈവശപ്പെടുത്തിയെന്നോ? ആ ധൂർത്തന്മാരായ വെള്ളക്കാരിൽ നിന്നും രക്ഷിക്കുകയായിരുന്നു ഞാൻ ഝാൻസിയെ. നീ നിന്റെ രാസലീലകളിൽ മുഴുകിയിരിക്കുകയായിരുന്നില്ലേ? ഞാനന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ നീ ഏത് സിംഹാസനത്തിലാണോ ഇരുന്ന് ജയാരവം മുഴക്കുന്നത് അതിന്ന് ആ വെള്ളക്കാരുടെ കൈവശമായേനെ. ഇന്ന് ആ കോട്ടയിൽ നമ്മുടേതല്ല, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പതാകയായിരിക്കും ഉയർന്നു കാണുന്നത്. നിർത്ത്. മതി വാഹിനി സാഹിബ്, എന്റെ ധൈര്യത്തെ പരീക്ഷിക്കരുത്. നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് ഝാൻസിയിലെ ജനങ്ങൾക്ക് മുഴുവനും അറിയാം. ഇവിടുത്തെ സ്വത്ത് കൈവശപ്പെടുത്തുവാനായി നിങ്ങൾ നിങ്ങളുടെ മകനെ വരെ കൊല്ലാനുള്ള ഗൂഢാലോചനകൾ നടത്തി. ഇതിൽ എന്താണ് പുതുമയുള്ളത്? നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്വാർത്ഥതയ്ക്ക് വേണ്ടി വർഷങ്ങളായിട്ട് എന്നിൽ ഈ ഹീനമായ ആരോപണം ചാർത്തി ഝാൻസി മുഴുവൻ എനിക്ക് മോശപ്പേരുണ്ടാക്കി തീർത്തിരിക്കുകയാണ്. അതും എന്നെ, ഈ അബലെ. എന്നിട്ട് ഈ സമയത്ത് ഇക്കാര്യങ്ങൾ പറഞ്ഞ് എന്റെ ചോദ്യങ്ങൾക്ക് മേൽ മണ്ണിടുന്നത് എന്തിനാണ് നീ? ഝാൻസിയിലെ ഖജനാവ് എവിടെ പോയി? ഇതിനുള്ള ഉത്തരം അവർ തരും, ഇവിടെ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നവർ. എന്നെ ഇവിടെ ബന്ധിച്ചിട്ടിരിക്കല്ലേ? ചെറിയച്ച, ഈ കാര്യം ചിന്തിക്കേണ്ടതാണല്ലോ. വല്യമ്മയ്ക്ക് കൊട്ടാരത്തിൽ നിന്നും പുറത്തേക്ക് പോകുവാനുള്ള അനുവാദവും നൽകിയിട്ടില്ലല്ലോ. താങ്കൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല അലി ബഹാദൂർ.
നാം ശീഘ്രം തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുന്നതായിരിക്കും. എന്റെ ഭഗവാനെ, ഝാൻസിയിലെ ഖജനവാണോ ഇത്? ഝാൻസിയിലെ അല്ല, എന്റേതാണിത്. എന്റേതാണിത്. നോക്കിക്കോ, ഇതെന്നെ വീണ്ടും സിംഹാസനത്തിലെത്തിക്കും. പക്ഷെ എങ്ങനെ റാണി സാഹിബ? ഇതിന്റെ സഹായത്തിൽ ഞാൻ ഇവിടെ ഒരു പ്രശ്നമുണ്ടാക്കി ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് ഗംഗാധർ റാവുവിന് വിവശനായി സിംഹാസനം ഉപേക്ഷിക്കേണ്ടി വരും.